പോരാത്തതിന് രാഖിക്ക് കുട്ടികളും ആയിട്ടില്ലല്ലോ. അതിന്റെ പേരില് ഈ കോലാഹലങ്ങളൊക്കെ. ഏതായാലും വൈകിട്ട് സ്റ്റേഷനിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ SP എന്നെ വിളിക്കും. അപ്പോ രാജീവിന്റെ ആക്സിഡന്റിനെ സംബന്ധിച്ച അന്വേഷണത്തിന്റെ കാര്യം കൂടി പറയണമെന്നുണ്ടെനിക്ക്. ഇവിടെ ദിയമോളും വിനുവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും വിസ എടുത്ത് എന്റെ കൂടെ ഇംഗ്ലണ്ടിലൊക്കെ ഒന്ന് കൊണ്ടുപോകുമായിരുന്നു. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതിന് ശേഷം നിന്റെ അശോകേട്ടനെ നീ കണ്ടിട്ടില്ലേ? ഇല്ല. വാശിയല്ലേ ഊർമിള ഇപ്പൊ എല്ലായിടത്തും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂടെ പിറപ്പെന്നോ മക്കളെന്നോ ഒന്നുമില്ല. ആ സ്വത്തിന്റെ പകുതി അവകാശം ചന്ദ്രികയ്ക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? കൊള്ളാവുന്ന മിടുക്കനായ ഒരു വക്കീലിനെ കൊണ്ടുവന്ന് ഒരു കേസ് ഫയൽ ചെയ്താ ചന്ദ്രികയ്ക്ക് അവകാശപ്പെട്ട സ്വത്തിന്റെ ഒരു വിഹിതം കിട്ടിയേനെയായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഈ ലൈഫാ ഇഷ്ടം. ഞാൻ നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഒരു ചെറിയ സമ്മാനം തരാനാ. എന്ത് സമ്മാനം? സമ്മാനൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ജഗനും വന്ദനയ്ക്കും കൊടുത്ത സമ്മാനത്തിന് തന്നെ ഒരുപാട് രൂപയായി കാണും. എന്താ ചന്ദ്രിക ഇത്? നമ്മൾ തമ്മില് അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു മിനിറ്റ്. സോമ, എന്താ താൻ വരില്ലെന്നോ? ഇതെന്താ? അയ്യോ, ഇതൊന്നും വേണ്ട ഓർമ്മിളെ. ഇതിരിക്കട്ടെ. എന്റെ സന്തോഷത്തിനല്ലേ തരുന്നത്. ഇത് 5 ലക്ഷം രൂപയുണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ട ഓർമ്മിളെ, പ്ലീസ്. വീട് പണിയൊക്കെ നടക്കുകയല്ലേ. ഇതെന്റെ ഒരു സന്തോഷത്തിന് തരുന്നതാണ്. ഓർമ്മിളെ, ഇതിലൊരു തർക്കം വേണ്ട. വന്ദനെ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് മുകളിലിരിക്കുന്നവൻ തീരുമാനിക്കുന്നതാ. അത് അതുപോലെ നടക്കും. വന്ദനയോടുള്ള ഇഷ്ടം കൂടി നീ അറിയാതെ തന്നെ നിന്റെ കഴുത്തിൽ ജഗൻ ബോധപൂർവം താലികെട്ടി ചതിച്ചതല്ല. സംഭവിച്ചതെല്ലാം പൂർവ്വ നിശ്ചയപ്രകാരം നടന്നതാ. വന്ദന, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. വന്ദനയ്ക്ക് പങ്കാളിയായി വിധിച്ചത് ജഗനെയായിരുന്നു. പരസ്പരം പഴിചാരലും ഈ കുറ്റപ്പെടുത്തലുകളും ഒക്കെ കളഞ്ഞുകൂടെ? ജീവിതമാണ്. കാലം കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ജീവിതം എത്രത്തോളം ജീവിച്ചു തീർത്തു എന്ന് കാലം ഒരിക്കലും കണക്കെടുക്കില്ല. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം 2 പേരുടെയും മനസ്സുകൾ തമ്മിലുള്ള അകലം. ഈ ശീതസമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ആന്റി പോയിട്ട് വരാം. അല്ല, ഒന്നുമില്ല. ഏയ്, അത് വെറുതെ. അല്ലെങ്കിൽ കാര്യം പറ. അല്ല, അത് കളിയാ. എന്താ മനോജെ, നിനക്കെന്തോ പറയാനുള്ളത് പോലെ? അതാ ഞാനും ചോദിച്ചത്.
അവിടെ വന്ന് ഹരിതയെ വിളിക്കാനൊക്കെ ഞാൻ തയ്യാറാ. പക്ഷേ ഹരിത ആ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീട്ടിലേക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാ ഹരിത. ജഗനലയും വിചാരിച്ച ഹരിതയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും. അത് അത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു നടന്ന ഹരിത അളിയനെ കണ്ടത് മുതലാ മനസ്സ് മാറിയത്. ഒടുവിലെന്തായി? സ്വന്തം അമ്മയും അച്ഛനെയും സഹോദരന്മാരെ എല്ലാം ഉപേക്ഷിച്ച് അളിയന്റെ കൂടെ ഇറങ്ങി തിരിച്ചോളല്ലേ. അളിയന് ജോലിയില്ലെങ്കിലും അളിയന്റെ കരുതല്, സ്നേഹം, അത് അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ആ ഹരിതയാ ഇപ്പോ വന്ദനയാണ് ഹരിതയുടെ കുഞ്ഞിനെ നശിപ്പിച്ചെന്ന ഹരിത ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ വിശ്വാസക്കേട് ഹരിതയ്ക്ക് വന്ദനയിലും എന്നിലും ഉണ്ട്. ഹരിതയെ ആ വീട്ടിൽ നിന്ന് പുറത്തു ചാടിക്കാൻ പിന്നെന്തോ ഒരു വഴിയുള്ളത്. ജഗൻ എന്നോടൊപ്പം നിന്ന വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനെന്താ സംശയം? വന്ദന പറയുന്ന എന്ത് കാര്യത്തിനും ഞാൻ റെഡിയാ. എങ്കിൽ കാര്യം പറയേ. അതൊക്കെ സസ്പെൻസാ. വർക്കൗട്ട് ആവും നോക്കട്ടെ.